സൂര്യ ഭാവനയോട് പറയുന്നുണ്ട്, എന്തായാലും തന്നെ തട്ടിക്കൊണ്ടുപോയവർ അത്ര നിസ്സാരക്കാരില്ല. അവർ ബോംബെ കണക്ഷനുള്ള അധോലോക വിദഗ്ധന്മാരാണ്. നല്ല ബുദ്ധിപരമായിട്ടാണ് അവൾ കാര്യങ്ങൾ നീക്കിയത്. പോലീസിനെ വഴി തെറ്റിക്കാൻ വേണ്ടി എവിടെയെങ്കിലും പോയി നിന്ന് ഫോൺ സ്വിച്ച് ഓൺ ചെയ്യും. എന്നിട്ട് അപ്പോൾ തന്നെ അത് ഓഫ് ചെയ്ത് മറ്റെവിടേക്കെങ്കിലും കടക്കും. അവർക്കുള്ള വല ഞങ്ങൾ വിരിച്ചു കഴിഞ്ഞു. തന്നെ വിട്ടയച്ചു എന്ന് കരുതി അവർ ആശ്വസിക്കുന്നുണ്ടാവും. എന്നിട്ട് അവർ ഫോൺ ഓണാക്കി വെച്ച് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യും. ആ സമയത്ത് തന്നെ അവരെ പിടിക്കും. വെറുതെ വിടാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയാൻ കേട്ടോ. എല്ലാം കേൾക്കുമ്പോൾ ഭാവന ആകെ അസ്വസ്ഥയാവുക. ഭാവന പറയുന്നുണ്ട്, സൂര്യ വിട്ടേക്ക്, ഞാൻ എന്തായാലും ഒരു കുഴപ്പമില്ല തിരിച്ചെത്തിയില്ലേ, ഇനി എന്തിനാ അതിന്റെ പുറകെ പോകുന്നത് എന്ന് പറയാണ്. സൂര്യ പറയുന്നുണ്ട്, അത് പറ്റില്ല ഭാവന, ഞങ്ങളൊക്കെ എത്രമാത്രം ടെൻഷൻ അടിച്ചു എന്ന് ഞങ്ങൾക്കേ അറിയൂ. അതുകൊണ്ട് വെറുതെ വിടാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് പറയാൻ കേട്ടോ. പിന്നീട് ഭാവന പറയുന്നുണ്ട്, സൂര്യ വീട്ടിലേക്കൊന്ന് വിളിച്ച് പറഞ്ഞേക്ക്, അമ്മയ്ക്ക് എത്രമാത്രം ടെൻഷൻ ആകുന്നുണ്ട് എനിക്ക് ഇവിടെ നിന്ന് ഊഹിക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ തന്നെ വിളിക്കാം എന്ന് പറഞ്ഞ് സൂര്യ പുറത്തേക്ക് പോവാണ്. പിന്നീട് കാണിക്കുന്നത് ഭാവനയുടെ വീടാണ്. അവിടെ ഗായത്രി ഭാവനയുടെ ഒരു വിവരവുമില്ലാതെ കരഞ്ഞ് തളർന്ന് അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ സേതു അർജുനായിട്ട് തന്നെ പുറത്തേക്ക് പോകാൻ ഇറങ്ങാണ്. ആ സമയത്ത് ഗായത്രിയോട് പറയുന്നുണ്ട്, അമ്മേ ഞാൻ ഇപ്പോൾ വരാം. സൂര്യയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് കിട്ടുന്നില്ല. എനിക്ക് എസ് ഐ അജിത് സാറെ ഒന്ന് കാണണം. ഭാവന മിസ്സിംഗ് ആണെന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യം കൊടുക്കണം. അതിനെക്കുറിച്ച് സാറോടൊന്ന് സംസാരിക്കണം എന്ന് പറയാൻ. എങ്കിൽ ഞാനും വരാം മോനെ എന്ന് ഗായത്രി പറയാൻ. അപ്പോൾ മായ പറയുന്നത്, അമ്മ തൽക്കാലം ഇപ്പോൾ എങ്ങോട്ടേക്കും പോകണ്ട, ഇത് സേതുവേട്ടൻ ചെയ്തോളും അമ്മേ. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു സമാധാനവുമില്ല സേതു എന്ന് പറഞ്ഞ് ഗായത്രി വീണ്ടും കരയാണ്. എന്തായാലും ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് സേതു പോകാൻ നിൽക്കുമ്പോൾ അവന്റെ ഫോൺ റിങ് ചെയ്യാൻ. അത് സൂര്യയായിരുന്നു. അപ്പോൾ സൂര്യയെ ഫോൺ കിട്ടിയതും സേതു ചോദിക്കുന്നുണ്ട്, എവിടെയായിരുന്നു സൂര്യാനി, ഞാൻ എത്ര നിനക്ക് വിളിച്ചു, നമുക്ക് ഭാവനയെ കാണാനില്ല എന്ന് കാണിച്ചുകൊണ്ട് ഒരു പരസ്യം കൊടുത്താലും. അപ്പോൾ ഭാവനയ്ക്ക് ഒന്നും പറ്റിയിട്ടില്ല സേതുവേട്ട, എന്റെ കൂടെയുണ്ട് എന്ന് സൂര്യ പറയാൻ കേട്ടോ. എന്ത് ഭാവനയെ കിട്ടിയെന്നോ ഒന്ന് സന്തോഷത്തോട് കൂടി ചോദിക്കട്ടെ സേതു. ഇത് കേട്ടതും ഗായത്രിയൊക്കെ ഇരുന്നിടത്തു നിന്നും സന്തോഷം ചാടി എഴുന്നേൽക്കുക. മായക്കും അതേ അവസ്ഥയുണ്ടോ. അപ്പോഴേക്കും ഗായത്രി വന്നിട്ട് സേതുവിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, മായ കെട്ടിപ്പിടിക്കുന്നുണ്ട്. നീ ഇപ്പോൾ എവിടെയാണ് എന്ന് ചോദിക്കുന്നുണ്ടോ സേതു. ഞങ്ങൾ ഹോസ്പിറ്റലിലുണ്ട്, ഞങ്ങൾ ഉടൻ തന്നെ അങ്ങോട്ടേക്ക് വരാം. അപ്പോഴേക്കും ഗായത്രി വന്നിട്ട് സൂര്യയുടെ ഫോൺ വാങ്ങിക്കുകയാണ്. നീ ഒന്ന് ഭാവനക്ക് കൊടുക്കുമോ മോനെ, എവിടെ എന്റെ മോൾ എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ സന്തോഷം കൊണ്ട്. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ആന്റി അവൾ അകത്ത് കിടപ്പിലാണ്, ഡ്രിപ്പ് ഇട്ടിരിക്കുകയാണ് എന്ന് പറയാൻ. അയ്യോ എന്ത് പറ്റി എന്റെ കൊച്ചിന് എന്ന് ചോദിച്ച് വീണ്ടും ആകെ ടെൻഷനാവട്ടെ ഗായത്രി. ഒന്നും പറ്റിയിട്ടില്ല ആന്റി, ഒരു ക്ഷീണത്തിന് വേണ്ടി ചെയ്തതാണ്, ഉടൻ തന്നെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരാം, ഇനി ഇങ്ങോട്ടേക്കൊന്നും വരണ്ട എന്ന് പറയാണ്. പിന്നീട് ഗായത്രിക്ക് സന്തോഷം കൊണ്ട് കണ്ണ് കാണുന്നില്ല എന്ന അവസ്ഥയാണ്. എന്തൊക്കെ ചെയ്യേണ്ടത്, ആരോടൊക്കെ പറയേണ്ടത് എന്നറിയാതെ ആകെ വെപ്രാളത്ത് നിൽക്കുകയാണ്. എന്നിട്ട് സേതുയോട് പറയുന്നുണ്ട്, നീ വല്യച്ഛനെ വല്യമ്മയെ വിളിച്ചറിയിക്കും. പിന്നീട് അവനയുടെ അച്ഛന്റെ ഫോട്ടോക്ക് മുന്നിലേക്ക് ഓടി എത്തുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എപ്പോഴും എന്റെ മോൾ പറയുന്നത് ശരിയാണ്, അവൾക്ക് താങ്ങായിട്ട് എന്നും അവളുടെ അച്ഛൻ കൂടെയുണ്ട് എന്ന് പറയുന്നു. പിന്നീട് ഭാനുവിനെ നോക്കിയിട്ട് പറയുന്നുണ്ട്, ഭാനു നീ ആ തിരുമേനി പറഞ്ഞ വഴിപാടുകളെല്ലാം വേഗം നടത്തണം കേട്ടോ, ഞാൻ തിരുമേനിയെ വിളിച്ച് പറയട്ടെ എന്നൊക്കെ പറഞ്ഞു അവർ സന്തോഷം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സീനാണ് കേട്ടോ പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ കിടക്കുന്ന ഭാവനയെ അടുത്ത് അജിത് സാർ വരികയാണ്. ഭാവന നീ പറയുന്നത് അങ്ങ് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ, ഒരാളെ ആള് മാറി തട്ടിക്കൊണ്ടു പോകുക പിന്നീട് വിട്ടയക്കുക, എന്താണ് ഇതൊക്കെ? ഭാവന പറയുന്നത്, സാർ ഞാൻ പറഞ്ഞ സത്യമാണ്, അവർക്ക് ശരിക്കും ആള് മാറിയതാണ്, ഞാനല്ല അവർ ഉദ്ദേശിച്ച ആൾ എന്ന് അറിഞ്ഞപ്പോൾ എന്നെ വിട്ടയക്കുകയായിരുന്നു സാർ. ഭാവന ആരെയോ മനഃപൂർവ്വം രക്ഷിക്കാൻ ശ്രമിക്കുകയാണ് സാർ എന്നൊക്കെ സൂര്യൻ പറയുന്നുണ്ട്. അങ്ങനെ അജിത് സാർ പറയുന്നുണ്ട്, സൂര്യ ഞാൻ ഓട്ടോ ഡ്രൈവർക്ക് വിളിച്ചിരുന്നു, അവർ പറഞ്ഞത് ഹൈവേക്ക് അടുത്ത് സർവീസ് സ്റ്റേഷനിലെ പെട്രോൾ പമ്പിന്റെ പിന്നിലുള്ള റോഡിൽ നിന്നാണ് ഭാവന വണ്ടിയിൽ കയറിയത് എന്നാണ്. എന്തായാലും ഞാൻ പോലീസിന് വിവരം അറിയിച്ചിട്ടുണ്ട്, അതിനടുത്ത് അടഞ്ഞു കിടക്കുന്ന എന്തെങ്കിലും ഗോഡൌണോ വീടോ മറ്റോ ഉണ്ടെങ്കിൽ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഭാവനയുടെ അടുത്തുനിന്ന് കൂടുതൽ എന്തെങ്കിലും കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴേ ഡോക്ടർ അവിടെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഭാവന്റെ കണ്ടീഷനൊക്കെ ഒന്ന് പരിശോധിക്കുന്നുണ്ട്. ട്രിപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അജിത് സാറിന്റെ കോൾ വരുന്നുണ്ട്. അങ്ങനെ അദ്ദേഹം പിന്നീട് ഞാൻ വരാം ബാക്കി ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. പിന്നീട് സൂര്യ ദേവനെ വിളിക്കുകയാണ്. അങ്ങനെ ഭാവനെ കിട്ടി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമുണ്ട്. മോനെ എവിടെ നിന്നും കിട്ടി എന്ന് ചോദിക്കുക. അത് അച്ഛൻ ഹോസ്പിറ്റൽ നഴ്സ് വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, അവർ പറഞ്ഞത് ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇവിടെ എത്തിച്ചത്. അപ്പോൾ ആരാണ് മോനെ ഇതിന്റെ പിന്നിൽ എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും ഭാവന വിട്ട് പറയുന്നില്ല. അവൾ എന്തൊക്കെയോ മറച്ചു പിടിക്കുന്നുണ്ട്. ആൾ മാറിയിട്ടാണ് അവൾ തട്ടിക്കൊണ്ടു പോയത് എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് ദോഷം എന്ന് വിചാരിച്ചിട്ടായിരിക്കും അവൾ എന്നോടൊന്ന് വിട്ട് പറയാത്തത്. അപ്പോൾ ദേവൻ പറയുന്നത്, അതല്ലെങ്കിലും അവൾ അങ്ങനെ തന്നെയല്ല, നിനക്ക് ദോഷം വരുന്നതൊന്നും അവൾ ചെയ്യില്ല, അതാണ് യഥാർത്ഥ ഒരു ഭാര്യയുടെ സ്വഭാവം. പക്ഷെ നമ്മൾ രണ്ടുപേരും അല്ലാതെ മറ്റാരും ഇവിടെ അവളെ മനസ്സിലാക്കുന്നില്ലല്ലോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, എന്തായാലും അച്ഛ ഈ 2 ദിവസമായിട്ട് ഞാൻ അനുഭവിച്ച ടെൻഷൻ എനിക്കറിയാം, അതുകൊണ്ട് ഇത് ചെയ്തവരെ ഞാൻ അങ്ങ് വെറുതെ വിടാനൊന്നും ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ പറയാണ്. എനിക്കും ചില സംശയങ്ങളൊക്കെ ഉണ്ട് മോനെ എന്ന് ദേവന് പറയാണ്. ഞാൻ എന്തായാലും ഭാവനയെ അവളുടെ വീട്ടിലാക്കിയിട്ടേ വരുള്ളൂ അച്ഛൻ, അവൾക്ക് കുഴപ്പമൊന്നുമില്ല, ബാക്കിയൊക്കെ നമുക്കൊന്ന് സംസാരിക്കാം എന്ന് പറയാണ്. അങ്ങനെ സന്തോഷത്തിന് ദേവൻ ഫോൺ കട്ട് ചെയ്യാൻ കേട്ടോ. എന്നിട്ട് ജയെ വിളിക്കുന്നുണ്ട്, ജയെ ഭാവനയെ കിട്ടി, നിനക്കെന്താ ഇതറിഞ്ഞിട്ടും ഒരു സന്തോഷമില്ലാത്തതെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ ദേവന്. ഞാൻ എന്താ പറയാനാ, ഞാനാണ് അവൾ ഇങ്ങനെ ചെയ്തത് എന്നൊക്കെയായിരുന്നു നിങ്ങൾ ഗായത്രിയും അടക്കം എന്നെ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ സത്യം എല്ലാവർക്കും ബോധ്യമായല്ലോ. അപ്പോൾ ദേവന് പറയുന്നത്, ഇതുകൊണ്ടൊന്നും പറയാനായിട്ട് ആരാണ് ഇത് ചെയ്തത് എന്ന് ഒരു പിടുത്തവുമില്ല, പക്ഷെ അവൾക്കറിയാവുന്ന ആരോ ഒന്ന് തന്നെ അവൾ ആരെയോ സംരക്ഷിച്ച് പിടിക്കുന്നുണ്ട്, അതുകൊണ്ട് കൂടുതലൊന്നും അവൾ വിട്ടു പറയുന്നില്ല എന്നാണ് സൂര്യയിൽ നിന്നും അറിയാൻ സാധിച്ചത്. അപ്പോൾ ആരായിരിക്കും അങ്കിൾ എന്ന് മാനസികം തിരക്കുന്നുണ്ട്. ഇപ്പോൾ ഞാനാണ് ഭാവനയെ തട്ടിക്കൊണ്ടു പോയത്, ഞാൻ അവളെ വിട്ടയക്കുമ്പോൾ അവൾ ഞാനാണിത് ചെയ്തത് എന്ന് പുറത്തേക്ക് പറയും.
കാരണം അത് ഈ കുടുംബത്തിന്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നത് കൊണ്ട് അവളത് മറച്ചു വെക്കും. അതുപോലെ തന്നെ ആരെങ്കിലും ഒരാളാകാം. അപ്പോൾ ജയ ചോദിക്കുകയാണ്, ദേവേട്ടൻ പറഞ്ഞത് എനിക്ക് മനസ്സിലായി എന്നെ വെച്ചിട്ടാണെന്ന്, പക്ഷെ ഞാൻ അതല്ല എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. നീ അല്ലെങ്കിൽ അല്ല, പക്ഷെ നിന്റെ ആങ്ങളെയും ഭാര്യയും ഇവിടെ ഉണ്ടല്ലോ, അവരായാലും ആയിക്കൂടെ എന്നൊക്കെ ചോദിക്കുകയാണ്. പിന്നീട് മാനസയോട് പറയുന്നുണ്ട്, മോളെ മാനസെ, നിന്റെ അച്ഛനും അമ്മയുമാണ് ഇത് ചെയ്തത്, പിന്നെ അവരെ ഞാനായിരിക്കും ഈ വീട്ടിൽ നിന്നും ഇറക്കി വിടുന്നത്. സൂര്യ എന്തായാലും വരട്ടെ, കാര്യങ്ങൾക്കെല്ലാം ഒരു തീരുമാനം ഉണ്ടാക്കാം. അവൻ എന്തായാലും ഇത് ചെയ്തവരെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല എന്നൊക്കെ പറയാൻ ട്ടോ. ഇതെല്ലാം ഒളിഞ്ഞു നിന്ന് അജയൻ പ്രസീതയും കേൾക്കുന്നുണ്ട്. അവൾ പറയാണ്, അപ്പോൾ ശരിക്കും അനിരുദ്ധനല്ലേ ഇതിന്റെ പിന്നിൽ, അതോ ഇനി അവനാക്കിയ ആരെങ്കിലും മറ്റാരുമെങ്കിലും ആയിരിക്കുമോ ഇത് തട്ടിക്കൊണ്ടു പോയതിന്റെ പിന്നിൽ? എന്തായാലും ഒരു വ്യക്തതല്ലേ, നീ വാ പുറത്തേക്ക് എന്ന് പറഞ്ഞ് അജയനും പ്രസീതയും അപ്പുറത്തൂടെ പുറത്തേക്ക് പോവാൻ. എന്നിട്ട് അവർ കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഇനി നമ്മൾ അറിയാതെ ജയങ്ങാനും ആയിരിക്കുമോ ഇതിന്റെ പിന്നിൽ? അതും പറയാൻ പറ്റില്ല, അവൾക്കും ഈ ഭാവനയുടെ ശത്രുതയാണല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ആകാൻ വഴിയില്ല എന്ന് പ്രസീതയും പറയാൻ. ഇനി എങ്ങാനും ഭാവന തന്നെ മനഃപൂർവ്വം ഒളിച്ചു നിന്ന് നമ്മളെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ഒരു പ്ലാൻ ചെയ്തതായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ എന്തിനാ അവൾ മുന്നോട്ടേക്ക് വന്നത് എന്ന് ചോദിക്കാൻ അജയൻ. അതാവാൻ സാധ്യതയില്ല. എന്തായാലും ആരോ എന്തോ ഒന്ന് ഇതിന്റെ പിന്നിലും. അതെന്താണെന്ന് നമുക്ക് ആദ്യം കണ്ടെത്തണം. അതെ ജയേട്ടാ, നമുക്കത് കണ്ടെത്തില്ലെങ്കിൽ അത് നമുക്ക് തന്നെ ദോഷം ചെയ്യും. ആള് മാറിപ്പോയതാണെങ്കിൽ പിന്നെ ആരെയായിരിക്കും അവർ രക്ഷമിട്ടിട്ടുണ്ടാവുക എന്നൊക്കെ അവർ സംശയത്തോടു കൂടി പറയാൻ ട്ടോ. ശേഷം കാണിക്കുന്നത് മഹേന്ദ്ര ശർമ്മയെയും മോഹിനി ശർമ്മയും ആണ് ട്ടോ. അവർ ബീച്ചിൽ ഇങ്ങനെ നടക്കുകയാണ്. എന്നിട്ട് മോഹിനി ശർമ്മ പറയുന്നുണ്ട്, എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഭാവനയെ വിട്ടയച്ചത് അബദ്ധമായിട്ടുണ്ടാവുമെന്ന്. അവൾ എന്തായാലും സത്യങ്ങൾ പോലീസിനോട് തുറന്നു പറയില്ല. അപ്പോൾ അവർ നമ്മളെ പിടിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലല്ലേ എന്ന് ചോദിക്കാൻ. അപ്പോൾ മഹേന്ദ്ര ശർമ്മ പറയുന്നുണ്ട്, ഭാവനയുടെ ഒരു സ്വഭാവം അനുസരിച്ച് എനിക്ക് തോന്നുന്നത് അവൾ അങ്ങനെയൊന്നും ചെയ്യില്ല. അവൾ ബുദ്ധിയുള്ള നല്ലൊരു പെൺകുട്ടിയാണ്. നമ്മൾ അവളുടെ മുന്നിൽ കാണിച്ചു കൊടുത്ത ഓരോ തെളിവുകളും സത്യസന്ധമായിട്ടുള്ളതാണെന്ന് അവൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അവൾ മാനസയിൽ നിന്നും കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ് നമ്മോട് പറയാമെന്ന് പറഞ്ഞു പോയത്. അപ്പോൾ മോഹിനി ശർമ്മ പറയുന്നത്, അതൊക്കെ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷെ സ്വന്തം ഭർത്താവിനോട് വീട്ടുകാരോടും അവൾക്ക് സത്യം മറച്ചു വെക്കാൻ പറ്റും? ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് രാവിലെ വരെ അവൾ എവിടെയായിരുന്നു ചോദ്യത്തിന് അവൾ എന്തായിരിക്കും മറുപടി പറയുക? അതുകൊണ്ട് തന്നെ സത്യം അവൾ എത്ര ദിവസം മറച്ചു പിടിക്കും? അവൾ ഉത്തരം പറയേണ്ടി തന്നെ വരും. മാത്രമല്ല, അവളെ മിസ്സിംഗ് ആയത് മുതൽ അവർ പോലീസിനും കംപ്ലൈന്റ് ചെയ്തിരിക്കാം. അതുകൊണ്ട് തന്നെ അവൾക്ക് എങ്ങനെ മറച്ചു വെക്കാൻ പറ്റും? നമ്മൾ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. എന്തായാലും പോലീസ് നമ്മളെ തേടി എത്തും എന്നൊക്കെ പറയാൻ. അപ്പോൾ മഹേന്ദ്ര ശർമ്മയും ഒന്ന് ആലോചിക്കുന്നു, നീ പറയുന്നതിൽ കാര്യം, എങ്കിലും നമുക്ക് നോക്കാം, ഭാവനയെ നമുക്ക് വിശ്വസിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ കടലിലേക്ക് നോക്കി നിൽക്കുകയാണ് ട്ടോ. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിലാണ്. അവിടെ ഭാവനക്കിട്ട ട്രിപ്പൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ടോ. ആ സമയത്ത് ഭാവന ആലോചിക്കുന്നുണ്ട്, എങ്ങനെയെങ്കിലും മഹേന്ദ്ര ശർമ്മക്ക് ഞാൻ കൊടുത്ത വാക്ക് പാലിക്കണം. മാനസയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ ആ സുനിൽ ശർമ്മ എവിടെയാണ് അവൾ ഒളിപ്പിച്ചത് എന്ന് എനിക്കറിയേ പറ്റും. അവർ കാണിച്ച തെളിവുകളെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ മാനസയ്ക്ക് സുനിൽ ശർമ്മയുമായിട്ട് നല്ല ബന്ധം തന്നെ ഉണ്ടായിരുന്നു. അവർ നാട്ടിൽ വന്നതിന് ശേഷം കണ്ടുമുട്ടിയിട്ടുണ്ട് എന്ന കാര്യം തീർച്ച തന്നെയാണ്. പക്ഷേ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത് എങ്കിൽ ഞാൻ എങ്ങനെ മാനസയിൽ നിന്നും ഈ രഹസ്യം കണ്ടുപിടിക്കും? അതെന്തായാലും സേതുവേട്ടൻ അമ്മയും പിന്നീട് അവിടേക്ക് പോകാൻ എന്നെ സമ്മതിക്കില്ല. അതുകൊണ്ട് എങ്ങനെയെങ്കിലും ഒരു വഴി കണ്ടെത്തിയേ തീരൂ. എന്നിട്ട് സൂര്യയുടെ കൂടെ അവിടെ പോയി നിൽക്കണം. എങ്കിലേ എനിക്ക് ഞാൻ ഏറ്റെടുത്ത ദൗത്യം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നൊക്കെ മനസ്സിൽ വിചാരിച്ച് ആകെ ടെൻഷനായി നിൽക്കാൻ ട്ടോ. അങ്ങനെ നഴ്സ് വന്നിട്ട് ഭാവനക്കിട്ട ട്രിപ്പൊക്കെ അയച്ചു മാറ്റുക. എന്നിട്ട് ഡോക്ടർ പോകാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ. അങ്ങനെ സൂര്യയും ഭാവനയും കൂടി വണ്ടിയിൽ കയറി വീട്ടിലേക്ക് എത്തുകയാണ്. ഭാവന വന്ന് ഇറങ്ങിയതും ഗായത്രി സന്തോഷം കൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടിയെടുക്കുകയാണ് ട്ടോ. എന്റെ മോളെ, പൊന്നു മോളെ, എവിടെയായിരുന്നു എന്റെ കുഞ്ഞ്? ഞങ്ങളൊക്കെ 2 ദിവസം നിന്നെ കാണാനിട്ട് എത്രമാത്രം ടെൻഷൻ അടിച്ചെന്നു. ഇനി വിളിക്കാത്ത ദൈവങ്ങളില്ല, നോക്കാത്ത നേർച്ചകളില്ല, ചെയ്യാത്ത വഴിപാടുകളില്ല. എന്റെ കുഞ്ഞ് എവിടെയായിരുന്നു? ആരാ എന്റെ മോളെ ഇങ്ങനെ അപായപ്പെടുത്തിയത്? ആരാണ് ഈ ചതിയുടെ പിന്നിൽ എന്നൊക്കെ 100 ചോദ്യങ്ങൾ ചോദിക്കാൻ ട്ടോ. എന്നിട്ട് ഭാവനയുടെ തലയിലൊക്കെ തലോ അവളെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുകയാണ്. ഭാവനയ്ക്കാകട്ടെ ഗായത്രിയെ കണ്ടത് ഭയങ്കര സന്തോഷമാകാൻ. അമ്മയുടെ അവസ്ഥ ഈ മോള് ഏത് ദിക്കിലിരിക്കുകയാണെങ്കിലും മനസ്സിലാക്കാൻ കഴിയും. പിന്നാലെ തന്നെ മായയും സേതുവും എത്തുന്നുണ്ട് ട്ടോ. മോളെ ഭാവന എന്ന് വിളിച്ചുകൊണ്ട് സേതു കെട്ടിപ്പിടിക്കുക. സേതുവേട്ട, മായച്ചി എന്നൊക്കെ അവൾ തിരിച്ചും വിളിക്കുന്നുണ്ട് ട്ടോ. ഞങ്ങൾക്ക് നിന്നെ തിരിച്ചു കിട്ടിയല്ലോ, അത് മതി ഞങ്ങൾക്ക്. ഇതിൽ പല സന്തോഷം ഞങ്ങൾക്ക് ഇനി വേറെ അനുഭവിക്കാനില്ല എന്നൊക്കെ പറയാൻ ട്ടോ മായ. പിന്നീട് ഗായത്രി പറയുന്നുണ്ട്, മോളെ നീ പറ, ആരാണ് എന്റെ കുഞ്ഞിനെ ചതിച്ചത്? എന്താണ് എന്റെ കുഞ്ഞിന് സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കുകയാണ്. അപ്പോൾ ഭാവന ആകെ മൂഡ് ഓഫ് ആകാൻ ട്ടോ. അവളുടെ മുഖത്തെ ആ മാറ്റമൊക്കെ സൂര്യ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ട്ടോ. എന്നെ ആര് തട്ടിക്കൊണ്ടു പോയതെല്ലാം അവർക്ക് ആള് മാറി കൊണ്ടുപോയതാണ്. ഞാനല്ല അവർ ഉദ്ദേശിച്ച ആണെന്നറിഞ്ഞപ്പോൾ എന്നെ തിരിച്ചയച്ചു എന്നല്ലാതെ നമ്മൾ പേടിക്കുന്നത് പോലെ ഒന്നുമില്ല അമ്മ. എനിക്കൊരു പോറൽ പോലും ഏറ്റിട്ടില്ല എന്നൊക്കെ പറയാൻ ട്ടോ. അതങ്ങനെ മോളെ, എങ്കിലും ആരാണെന്ന് നിനക്കറിയില്ലേ എന്ന് ചോദിക്കുകയാണ് സേതു. ഇല്ല സേതുവേട്ടാ, ഞാൻ ആളെ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവൾ ഒറ്റക്ക് തന്നെ അകത്തേക്ക് കയറി പോവാൻ ട്ടോ. എന്നിട്ട് ഭാവന ഒന്ന് അവരെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. എല്ലാവരും ഉത്തരം കിട്ടാതെ ആകെ അന്തം വിട്ട് നോക്കി നിൽക്കാൻ ട്ടോ. ഇതെന്ത് പറ്റി ഇവൾക്ക്? ആരാ സൂര്യ? അവളൊന്നും പറഞ്ഞില്ലേ എന്ന് ചോദിക്കേണ്ട സൂര്യയോട് പിന്നീട് ഗായത്രി. ഇല്ല അമ്മേ, അവൾ എന്തോ കാര്യമായിട്ട് മറച്ചു പിടിക്കുന്നുണ്ട്. നമ്മളെല്ലാവരും അറിയാൻ പറ്റാത്ത എന്തോ രഹസ്യം അവളുടെ മനസ്സിലുണ്ട്. ഒരു പക്ഷേ അവൾ ആരെങ്കിലും സംരക്ഷിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതല്ലെങ്കിൽ അവർ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാകും. അല്ലാതെ ഭാവന ഇങ്ങനെയല്ല. അവൾ പോലീസിനോടായാലും ഒന്നും വിട്ടു പറയുന്നുണ്ടായിരുന്നില്ല. പക്ഷെ എന്താണ് യഥാർത്ഥ സത്യമെന്ന് ഞാൻ കണ്ടുപിടിച്ചിരിക്കും. നമ്മൾ 2 ദിവസം വട്ടം കറക്കിയവർ എന്തായാലും ഞാൻ വെറുതെ അങ്ങ് വിടാൻ ഉദ്ദേശിക്കുന്നില്ല അമ്മേ. എന്തായാലും മക്കൾ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് ഗായത്രി എല്ലാവരെയും കൂട്ടിയിട്ട് അകത്തേക്ക് വരികയാണ്. അതേസമയം ഭാവന അവളുടെ റൂമിൽ പോയിരുന്നു
ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കാൻ. ഈശ്വര, എല്ലാവർക്കും എന്റെ മേൽ സംശയമുണ്ട്. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാനും പോകുന്നില്ല. ഇനിയിപ്പോൾ എനിക്ക് സത്യം പറയേണ്ടി വന്നു എന്തായിരിക്കും അവസ്ഥ? ഇങ്ങനെയൊക്കെ അവൾ മനസ്സിൽ ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴാണ് ട്ടോ സൂര്യ അങ്ങോട്ടേക്ക് വരുന്നത്. ഭാവന, നീ എന്താണ് ഇത്ര ആലോചിക്കുന്നത്? ഹോസ്പിറ്റലിൽ മുതലേ ഞാൻ നിന്നെ ശ്രദ്ധിക്കുകയാണ്. കാര്യമായിട്ട് എന്തോ ഒരു പ്രശ്നം നിന്നെ അലട്ടുന്നുണ്ട്. അത് നിന്റെ മുഖത്ത് നോക്കിയാൽ എനിക്കറിയാൻ സാധിക്കും. നീ എന്നോടെങ്കിലും തുറന്നു പറ ഭാവന, എന്താണ് പ്രശ്നം? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്നൊക്കെ ചോദിക്കാൻ. അപ്പോൾ ഭാവന പറയുന്നുണ്ട്, സൂര്യ സംശയിക്കുന്ന സത്യം തന്നെയാണ്. എനിക്ക് നിങ്ങളോട് പറയാനാവാത്ത കാര്യമായിട്ടുള്ള ഒരു ടെൻഷൻ മനസ്സിലുണ്ട്. പക്ഷേ ദയവ് ചെയ്ത് സൂര്യ എന്നോട് ഇപ്പോൾ ചോദിക്കരുത്. സമയമാകുമ്പോൾ ഞാൻ തന്നെ സൂര്യയോട് എല്ലാം തുറന്നു പറയും. അതുവരേക്കും എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കരുത് സൂര്യ എന്നൊക്കെ പറഞ്ഞു സൂര്യയുടെ കൈ പിടിച്ചിട്ട് അവൾ വാക്ക് കൊടുക്കുകയാണ് ട്ടോ. അപ്പോൾ സൂര്യ പറയുന്നുണ്ട്, ഓക്കെ, നീ ഇങ്ങനെ പറയണമെങ്കിൽ എന്തെങ്കിലും കാര്യം അതിലുണ്ടായിരിക്കും. അതുകൊണ്ട് തൽക്കാലത്തേക്ക് ഞാൻ ഇപ്പോൾ നിന്നോട് ഒന്നും ചോദിക്കുന്നില്ല. പക്ഷെ നീ എന്തായാലും അത് എന്നോട് തുറന്നു പറയണം. എന്തായാലും ഒരു കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടും നമ്മുടെ കുഞ്ഞിനൊന്നും ഒരു പോറൽ പോലും ഏറ്റില്ലല്ലോ. ദൈവം നമ്മോടൊപ്പം തന്നെയുണ്ട്. ഇത് ദൈവം എനിക്ക് അറിഞ്ഞു തന്ന വരദാനമാണ്. എന്ത് വില കൊടുത്തും എത്ര അങ്ങേയറ്റം പോകേണ്ടി വന്നാലും ഞാൻ എന്റെ കുഞ്ഞിനെ സംരക്ഷിക്കും സൂര്യ. ഇത് സൂര്യക്ക് തരുന്ന വാക്കാണ് എന്നൊക്കെ പറയാം. സൂര്യ പറയുന്നുണ്ട്, ഭാവന, എനിക്ക് നിന്റെ വാക്കിലെല്ലാം നല്ല വിശ്വാസമുണ്ട്. പക്ഷെ ഒരു ടെൻഷൻ മാത്രം എന്റെ മനസ്സിൽ ഇപ്പോഴും കിടപ്പുണ്ട് എന്നൊക്കെ പറയാൻ ട്ടോ.